എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മെച്യൂർഡ് ഇന്റലക്ട് ഈസ് എ വെർച്യു. അതായത് പക്വതയുള്ള മനസ്സുള്ള വ്യക്തി ആരാണോ അയാൾ പുണ്യം ചെയ്ത ആളാണ് എന്നാണ് പറയുന്നത്. എന്താണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? വേറൊന്നുമല്ല, വളരെ സിമ്പിളാണ്. നമ്മുടെ ഈ ലോകത്ത് പല തരത്തിലുള്ള ആളുകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ പ്രത്യേക കഴിവുകളുണ്ട്. പ്രത്യേകിച്ചും അവരുടെ ബുദ്ധിയെ സംബന്ധിച്ച് പല തരത്തിലുള്ള കഴിവുണ്ട്. ഉദാഹരണത്തിന് ചില വ്യക്തികൾക്ക് ഓർമ്മശക്തി വളരെ കൂടുതലായിരിക്കാം. ചില വ്യക്തികൾക്ക് ഒരുപക്ഷെ ഒരു തീരുമാനം എടുക്കാനായിട്ട് പെട്ടെന്ന് സാധിച്ചെന്ന് വരാം. പക്ഷേ ഇതേപോലെ തന്നെ മറ്റൊരു വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവാണ് പക്വതയുള്ള മനസ്സ്. പക്വതയുള്ള മനസ്സ് തീർച്ചയായിട്ടും നമുക്ക് വേണം എന്നാണ് പറയുന്നത്. കാരണം പ്രതികൂലമോ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ ശാന്തമായിട്ട് ചിന്തിച്ച് അതിനൊരു തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റണം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത പക്വതയുള്ള മനസ്സുള്ള വ്യക്തികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ സ്വാർത്ഥ താല്പര്യമുള്ള ആളുകളായിരിക്കില്ല. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ അവരുടെ കഴിവ് തെളിയിക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം തീർച്ചയായിട്ടും ചാണക്യനും അതേപോലെ ഒരു വ്യക്തി ആയിരുന്നു. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കും തീർച്ചയായിട്ടും അതുപോലെ എത്താനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. കാരണം ചാണക്യനും ഒരു മനുഷ്യനെ പോലെ തന്നെ ആയിരുന്നു, നമ്മളെ പോലെ തന്നെ. അപ്പം അദ്ദേഹത്തിന് സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും അത് സാധിക്കും. പക്ഷെ തീർച്ചയായിട്ടും അത് ഒരല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, അല്ലാന്ന് പറയുന്നില്ല. എന്നാലും ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്കും അങ്ങേയറ്റം പക്വതയുള്ള ഒരു മനസ്സിൻ്റെ ഉടമസ്ഥൻ തീർച്ചയായിട്ടും ആകാം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമുക്കും മറ്റുള്ളവർക്കും ജീവിതത്തിൽ ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മളെക്കൊണ്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.